എല്ലാ പ്രേക്ഷകർക്കും ആസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മനസ്സിപ്പോൾ നിങ്ങളെ ഓർത്ത് ഉരുകുന്നുണ്ട്. എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് 2 ഫയലുകൾ നൽകിയിട്ടുണ്ട്. 2 ഫയലുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. 2 ഫയലുകൾക്കും കോമൺ റീഡിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫയൽ നിങ്ങൾക്ക് ബാധകമായിരിക്കും. നിങ്ങളത് തിരഞ്ഞെടുക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ കാർഡിലേക്ക് നമുക്ക് പോകാം. കിങ് ഓഫ് കപ്സ് എന്ന് പറയപ്പെടുന്ന ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു സന്ദേശവാഹകനായി നിങ്ങളുടെ അടുത്തേക്ക് ഒരാളെത്തുന്നു. നിങ്ങൾക്കുള്ള ഒരു പ്രത്യേക സന്ദേശം ഇപ്പോൾ എത്തും. തീർച്ചയായിട്ടും ആ വരുന്ന വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോ നിങ്ങളോട് ആ വ്യക്തിയുടെ മനസ്സിലുള്ള വേദനകൾ കൃത്യമായിട്ട് പറയും. പ്രത്യേകിച്ച് സ്നേഹത്തെക്കുറിച്ചാണ്, പ്രണയത്തെക്കുറിച്ചാണ്. ആ വ്യക്തിയുടെ ആ കാര്യത്തിലുള്ള കാഴ്ചപ്പാടും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നിങ്ങളോട് പറയുകയും നിങ്ങൾ അറിയുകയും ചെയ്യും. അതായത് കിങ് ഓഫ് കപ്സിൽ ആ കാർഡിൽ നിങ്ങൾ കാണുന്നുണ്ട്, ആദ്യത്തെ കാർഡിൽ സന്ദേശമായി വരുന്നത് പോലെ. അങ്ങനെ തീർച്ചയായിട്ടും നിങ്ങളിലേക്കൊരു പ്രണയത്തിൻ്റെ വാർത്ത വരികയാണ്. അതൊരു വേദന ഉണ്ട്. കാരണം ആ വേദന നിങ്ങളെക്കുറിച്ച് ഇതുവരെ നിങ്ങളെ സ്നേഹിക്കാത്ത, ഇതുവരെ നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയുടെ വികാരം അതിലുണ്ട്. അത് സ്ത്രീയാവാം പുരുഷനാവാം. നിങ്ങളുടെ വ്യക്തി ഇതുവരെ നിങ്ങളെ സ്നേഹിച്ചിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ സ്നേഹം ഇപ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നു. പ്രണയമാണ്. മുൻപ് പ്രണയിക്കാൻ കഴിയാത്ത പോയതിൻ്റെ ഒരു ദുഃഖമുണ്ട്. സാവധാനത്തിലൂടെ കടന്നു വരുന്നൊരു കുതിരയാണ്. അപ്പോൾ ഇത് നേരത്തെ സംഭവിക്കേണ്ടതായിരുന്നു, പക്ഷെ വൈകിയാണ് കാര്യങ്ങൾ വരുന്നത്. ആ വ്യക്തിയുടെ കാഴ്ചപ്പാട് അതിന് ചില തടസ്സങ്ങളുണ്ടാക്കി. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള പ്രണയത്തിൻ്റെ കാര്യത്തിൽ കാഴ്ചപ്പാട് ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തടസ്സങ്ങൾ മൂലമാണ് അത് വൈകിയത്. പക്ഷേ ഇനി അത് സംഭവിക്കാൻ പോകുന്നു, ഇനി അത് നടക്കാൻ പോകുന്നു എന്നുള്ളതിലാണ് കാര്യങ്ങൾ പോകുന്നത്. ആത്മീയമായ കാഴ്ചപ്പാടും അക്കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആത്മീയമായ ഒരു കാഴ്ചപ്പാട്, ആത്മീയ അല്ലെങ്കിൽ ദൈവികമായ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ശക്തിയുടെ അടുത്തു നിന്നുള്ളൊരു പിന്തുണയും അക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ആദ്യമായിട്ട് ഒരു വ്യക്തിയോടുള്ള പ്രണയം അറിയിക്കപ്പെടുന്നു. ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം, സ്നേഹം അത് അറിയിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. വേദനകളുണ്ട്. ചില വേദനകളോടുകൂടിയാണ്. പ്രണയിക്കാതിരുന്നതിനും പ്രണയിച്ചതിനുമൊക്കെ ചില വേദനകൾ ഇവിടെ കാരണമാകുന്നുണ്ട്. അത് നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കണക്ക് കൂട്ടേണ്ടത്. നിങ്ങളെ ഓർത്ത് ആ വ്യക്തിയുടെ മനസ്സുരുകുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയുമാണ്. രണ്ടാമത്തെ കാർഡ് 7 ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് വിഷമം ഉണ്ട്. പക്ഷെ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും ആ ഒരു പ്രതിസന്ധി തരണം ചെയ്യും. വെറുതെ അല്ല നിങ്ങൾ ആ പ്രതിസന്ധി തരണം ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരുപാട് പണിയെടുക്കേണ്ടി വരും. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി നിങ്ങൾ ഉറച്ച മനസ്സുമായിട്ട് നിൽക്കേണ്ടി വരും. വെല്ലുവിളികൾ സ്വീകരിക്കേണ്ടി വരും. പക്ഷെ വെല്ലുവിളികളിൽ നിന്ന് നിങ്ങൾക്ക് മെച്ചം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധിയെയും വെല്ലുവിളിയെയും നിങ്ങൾ മറികടക്കുക തന്നെ ചെയ്യും. ആ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ നേട്ടങ്ങളും ഒരുമിച്ചുള്ള ജീവിതവും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിനുവേണ്ടി ഒരുപാട് വെല്ലുവിളികൾ സ്വീകരിക്കേണ്ടി വരും. ഉറച്ച നിലപാടും ധൈര്യപൂർവമായ തീരുമാനങ്ങളും എടുത്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. നിങ്ങൾ വിജയിക്കാൻ പോകുന്നത് നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ വിജയിക്കാൻ പോകുന്നത് വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ സംരക്ഷിക്കപ്പെടാൻ പോകുന്നത് നിങ്ങൾ പ്രതിരോധം തീർത്തുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ വെറുതെ ആയിരിക്കില്ല. കഠിനാധ്വാനത്തിലൂടെ, നിലപാടിലൂടെ, ശക്തമായ തീരുമാനത്തിലെടുത്തതിലൂടെ മാത്രമാണ് നിങ്ങൾ സംരക്ഷിക്കപ്പെടാൻ പോകുന്നത്. മൂന്നാമത്തെ കാർഡ് 4 ഓഫ് കപ്സ് ആണ്. ഒരു വ്യക്തി ഒരു മരത്തിൻ്റെ കീഴിലിരിക്കുന്നു. 3 കപ്പുകൾ ആ വ്യക്തിയുടെ മുമ്പിലുണ്ട്. മറ്റൊരു കപ്പ് അയാൾക്കായി നൽകപ്പെടുന്നതായിട്ട് പുറകിൽ നിന്നും ദൃശ്യം നമുക്ക് കാണാം. ആ വ്യക്തിയുടെ മനസ്സിലെ ഉത്സാഹക്കുറവിനെയും ആ വ്യക്തിയുടെ മനസ്സിലെ നിരാശയെയും നമുക്ക് ഈ കാർഡിലൂടെ കാണാം. നിങ്ങളുടെ വ്യക്തി നിരാശപ്പെടുകയാണ്, മനസ്സുരുകുകയാണ്, വേദനിക്കുകയാണ്. തീർച്ചയായിട്ടും ഏതോ ഒരു കാര്യം
ആ വ്യക്തിയെ നിരാശപ്പെടുത്തുന്നു. മുൻപ് കഴിഞ്ഞു പോയ അല്ലെങ്കിൽ തൊട്ട് മുമ്പ് കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും നിരാശയുണ്ട്. ഉത്സാഹക്കുറവോടെ മാനസികമായി തകർന്ന നിലയിൽ ആ വ്യക്തി ഇരിക്കുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു ദുഃഖമുണ്ട് ഏതോ ഒരു വിഷയത്തിൽ. അത് നിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാകാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതവുമായിട്ട്, നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ജീവിതവുമായിട്ട് പ്രത്യക്ഷത്തിൽ ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാകാം. ഏതായാലും ആ ഒരു ദുഃഖം ഇവിടെ നിരാശ, ഉത്സാഹക്കുറവ്, താല്പര്യക്കുറവ് ഇവിടെ വ്യക്തമാണ്. ചിലപ്പോൾ ജീവിതത്തിൽ പുതിയൊരു സാഹചര്യത്തിലേക്കുള്ള തുടക്കമായിട്ട് നമുക്കിതിനെ കാണാം. അതുവരെ ആ വ്യക്തി നിലനിന്നിരുന്ന പ്രതികരിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്നും അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നിന്നും വിഭിന്നമായി മറ്റൊന്നിലേക്ക് ആ വ്യക്തി തള്ളിവിടപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു ഘട്ടം ജീവിതത്തിൽ അവസാനിക്കുന്നു. അതിൽ നാളെ എന്താകുമെന്നുള്ള ആശങ്കയും നിരാശയും ഒരുപക്ഷെ മനസ്സില്ലാ മനസ്സോടെ എടുക്കുന്ന തീരുമാനവും ഒക്കെ ഇവിടെ നമുക്ക് വ്യാഖ്യാനിക്കപ്പെടാവുന്നതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം അവിടെയുണ്ട്. ആ വ്യക്തിയുടെ മുമ്പിൽ പുതുതായിട്ടൊരു കാര്യം തുറക്കപ്പെടുന്നു. പുറകിലുള്ള കയ്യും നീട്ടപ്പെടുന്ന കപ്പും അതിനെ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. ആ വ്യക്തി ഉദ്ദേശിക്കുന്നതൊന്ന് സംഭവിക്കുന്നതും ആ വ്യക്തിക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നതും മറ്റൊന്ന് എന്നൊരു സാഹചര്യവും നമുക്കിവിടെ കൃത്യമായിട്ടറിയാം. ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഗാഢമായ ചിന്ത ഉണ്ടെന്നും നിരാശയുണ്ടെന്നും, ആ വ്യക്തി കൂടുതൽ ധ്യാനത്തിലൂടെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ്, കുറേ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ്, ഇതുവരെ ആലോചിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ് എന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഈ ടാരോട്ട് കാർഡ് റീഡിങ്ങിൽ, ഈ കാർഡിൻ്റെ റീഡിങ്ങിൽ ഒരു പ്രധാനപ്പെട്ടൊരു സംഭവമുണ്ട്. നിങ്ങൾ കണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ഈ മൂന്നാമത്തെ കാർഡിൽ ആ വ്യക്തി മുമ്പിലുള്ള 3 കപ്പുകളെക്കുറിച്ച് ആശങ്കപ്പെടുമ്പോൾ ആ കപ്പിനെ സംബന്ധിച്ച, അതായത് നിലവിൽ ആ വ്യക്തിയുടെ മുമ്പിലുള്ള, ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, ആ വ്യക്തി കരുതുന്ന, ആ വ്യക്തി വിചാരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ആ വ്യക്തി ആശങ്കപ്പെടുകയാണ്. ആ വ്യക്തിക്ക് മനസ്സിന് തൃപ്തിയില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നു. പക്ഷേ ദൈവികമായൊരു ഇടപെടൽ ആ വ്യക്തിക്ക് പിന്നിലുണ്ട്. ആ വ്യക്തിയെ സഹായിക്കാനായിട്ടൊരു പോംവഴിയോ, ഒരാശയമോ, ഒരു ജീവിത മാർഗമോ, ഒരു സഹായമോ, ഒരു ആത്മീയ ചൈതന്യമോ പുറകിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ ആ വ്യക്തി അത് മനസ്സിലാക്കുന്നില്ല. ആ വ്യക്തി അത് അറിയാതെ വിഷമിക്കുകയാണ്. അതായത് ഇല്ലാത്ത അല്ലെങ്കിൽ നിലവിലുള്ളൊരു പ്രതിസന്ധിയെക്കുറിച്ച് ആശങ്കപ്പെടുമ്പോൾ ഈശ്വര സാന്നിധ്യത്തിൽ നിന്നും അതിൻ്റെ സംരക്ഷണം വരുന്നുണ്ട്. അത് ആ വ്യക്തി അറിയുന്നില്ല. അപ്പോൾ ഈ ദുഃഖം താൽക്കാലികമാണെന്നും ആ വ്യക്തി ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, അല്ലെങ്കിൽ ഒന്ന് ചുറ്റും ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാവുന്ന കാര്യമാണത്. പ്രകൃതിയിൽ നിന്ന് ആ വ്യക്തിക്കൊരു സഹായമുണ്ട്. ആ വ്യക്തി ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്. പ്രകൃതി, മണ്ണ്, ആത്മീയത, ദൈവിക ചിന്ത, അതിലൂടെ ആ വ്യക്തി ആശങ്കപ്പെടുന്ന കാര്യത്തിന് പോംവഴിയുണ്ട്. അത് ആ വ്യക്തി ഉടനെ അറിയും. നിലവിലിപ്പോൾ അറിയുന്നില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ആശങ്കപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് നമുക്കുള്ള തീരുമാനത്തിൽ നമുക്കെത്താം. ഇപ്പോൾ ആ വ്യക്തിയുടെ മുമ്പിലുള്ള മനോവിഷമവും, ആ വ്യക്തിയുടെ മുമ്പിലുള്ള ദുഃഖവും ആശങ്കയും ഒക്കെ താൽക്കാലികമാണ്. ആ വ്യക്തി ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ, അല്ലെങ്കിൽ ആ ജീവിതത്തെക്കുറിച്ച് ഒന്നുകൂടി സൂക്ഷ്മമായി ചിന്തിച്ചാലോ ഇതിന് പോംവഴികൾ വരുന്നുണ്ട് ഈശ്വര സാന്നിധ്യത്തിൽ നിന്ന് എന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായിട്ടും നാലാമത്തെ കാർഡ് ആ വ്യക്തി ഒരു തീരുമാനം എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, അല്ലെങ്കിൽ ആശങ്കപ്പെടുന്നു. ഒരു തീരുമാനം എടുക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല. കണ്ണ് കെട്ടപ്പെട്ട അവസ്ഥയാണ്. പുറമേ നടക്കുന്നത് എന്താണെന്നുള്ള ചിന്ത പോലും ആ വ്യക്തിക്കില്ല. തീരുമാനങ്ങളിൽ പിണഞ്ഞിരിക്കുന്നു. പുറമേ സംഭവിക്കുന്നത് ആ വ്യക്തി അറിയുന്നില്ല. ആ വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ഒരു ആകെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ വെപ്രാളപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ആശയക്കുഴപ്പം കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ കാണുന്നത്. മാനസികമായ ആ വ്യക്തി അത്തരം ഒരു ഫീലിങ്സ് അനുഭവിക്കുകയാണ് എന്നുള്ളത് വ്യക്തമാണ്. നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും അത്തരം ഒരു ഫീലിങ്സിലാണ് ഇപ്പോൾ ജീവിച്ചു വരുന്നത്. ഓരോ കാര്യത്തെക്കുറിച്ചും ആ വ്യക്തിക്ക് അവബോധമില്ല. സംഭവിക്കുന്ന കാര്യങ്ങളും തനിക്ക് മുൻപിലുള്ള കാര്യങ്ങളെക്കുറിച്ചും ആ വ്യക്തിക്ക് അവബോധമില്ല എന്ന് പറയുന്നത് കൃത്യമാണ്. ആ വ്യക്തിക്ക് അവബോധമില്ലാത്തതിനാൽ ആ വ്യക്തി അതിൻ്റെ ദുഃഖഫലങ്ങളും പരിണതഫലങ്ങളും അനുഭവിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ജീവിതത്തിൽ മനോവിഷമമുണ്ട്,
ജീവിതത്തിലുള്ള ദുഃഖങ്ങൾ നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞ് ആ ദുഃഖം മാറ്റേണ്ടതാണ്. മനസ്സ് തുറന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളോട് സംസാരിക്കുക. അതാണ് ആ വ്യക്തി ഇപ്പോൾ ചെയ്യേണ്ടത്. ആ വ്യക്തിയുടെ മനസ്സിലെ വിഷമത്തിന് കാരണവും അതാണ്. നിങ്ങൾക്കത് മാറ്റിയെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് സംസാരിച്ച് കൃത്യമായി ആ വ്യക്തിയെ നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. കാരണം മാനസികമായിട്ടൊരു തകർന്ന അവസ്ഥയിലാണ്. ആ വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങളിലും അത് ദൃശ്യമാവും. നിങ്ങളെ സംബന്ധിയായിട്ടായിരിക്കും കൂടുതലായിട്ട് അങ്ങനെ വരാൻ സാധ്യതയുള്ളത്. രണ്ട് വാളുകൾ എന്ന് പറയുന്നതാണ്. ആ വ്യക്തി ഇപ്പോൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഒന്നും അറിയാതെയും ഒരവബോധവും ഇല്ലാത്തതുമാണ്. സമയകാല ചിന്ത അല്ലെങ്കിൽ മാറ്റങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ബോധ്യമില്ലാതെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു പോയേക്കാം നിങ്ങളുടെ ഉപദേശമില്ലെങ്കിൽ. അഞ്ചാമതായി വന്നിരിക്കുന്ന കാർഡ് എയ്സ് ഓഫ് കപ്പാണ്. ഇത് പുതിയ തുടക്കം, പ്രണയം, നന്മ, സന്തോഷം, സമാധാനം, ജീവിതത്തിൽ പോസിറ്റീവായിട്ട് നിങ്ങൾ ആലോചിക്കുന്ന പോലുള്ള കാര്യങ്ങൾ നടക്കുക എന്നാണ് സൂചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാലാമത്തെ കാർഡിൻ്റെ അവസ്ഥയിൽ നിന്നും അല്ലെങ്കിൽ നാലാം ഘട്ടത്തിൽ നിന്നും നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് അടുക്കുകയും മനസ്സ് തുറക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ എല്ലാ പ്രതിസന്ധികളും തീരുമെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ എയ്സ് ഓഫ് കപ്പ് അതാണ് നൽകുന്ന സൂചന. നിങ്ങൾ അടുക്കുമ്പോൾ നിങ്ങൾക്കും ആ വ്യക്തിക്കും നന്മയുള്ള കാര്യങ്ങൾ സംഭവിക്കും. മികച്ച തീരുമാനങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് എടുക്കാൻ കഴിയും. പരസ്പരം സ്നേഹവും പ്രണയവും സന്തോഷവും ഒക്കെ തിരിച്ചു വരും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമാത്രമേ അതിന് വഴിയുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുമാണ്. നിങ്ങൾ ആത്മീയ പാതയിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ജീവിതത്തിൽ എല്ലാ ദുഃഖങ്ങളും മാറുകയും ആ വ്യക്തിയുടെ മനസ്സിലെ ആ പ്രതിസന്ധി ഇല്ലാതാകുകയും ചെയ്യുന്ന ഒരവസ്ഥ കൃത്യമായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടാവുന്നതാണ്. അവസാന കാർഡ് നിങ്ങളുടെ ജീവിതത്തിലെ മുന്നേറ്റങ്ങളുടെ ഒരു വലിയ തെളിവാണ് പറയുന്നത്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് സാമ്പത്തികമായി ഭൗതിക ജീവിതത്തിൽ നിങ്ങൾ മുന്നേറുകയാണ്. വട്ടമുള്ള നാണയം പോലുള്ള നക്ഷത്രത്തെ നിങ്ങൾ പിടിക്കുന്നു. ജീവിതത്തിൽ നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ച ലക്ഷ്യങ്ങൾ ഭൗതികമായി സാമ്പത്തികമായിട്ടൊക്കെ നേടുന്നതാണ്. മാനസികമായ മുന്നേറ്റവും സന്തോഷവും അനുഭൂതിയും പ്രണയവും അഞ്ചാമത്തെയും കാർഡിലൊക്കെ നിങ്ങൾ കണ്ടെങ്കിൽ, നാലാമത്തെ കാർഡിൽ ഉണ്ടായ പ്രതിസന്ധി നിങ്ങൾ തുറന്ന് സംസാരിക്കുമ്പോൾ മാറുകയും ആത്മീയമായി നിങ്ങൾ അടുക്കുകയും സന്തോഷവും സഹാനുഭൂതിയും സമാധാനവും നിങ്ങൾ നേടുകയും ചെയ്തെങ്കിൽ, ആറാമത്തെ കാർഡിൽ നിങ്ങൾ ഭൗതിക നേട്ടങ്ങളും പുതിയ തുടക്കവും പുതിയ ചാൻസുകളും നിങ്ങളുടെ ജീവിതത്തിലെ മുന്നേറ്റങ്ങളും നിങ്ങൾ ആഗ്രഹിച്ചത് നേടുന്നതുമാണ് കാണുന്നത്. അപ്പോൾ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിയുടെയും ബന്ധത്തിൽ ഏറ്റവും പോസിറ്റീവ്, ഏറ്റവും ക്രിയേറ്റീവും ക്രിയാത്മകവുമായ ഒരു പരിണിത ഫലം ഉണ്ടാകുന്നു. നിങ്ങൾ വസ്തുതകൾ പഠിക്കുന്നു, പുതിയ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു, പുതിയ പഠനങ്ങളും പുതിയ ലക്ഷ്യബോധവും നിങ്ങൾക്കുണ്ടാകുന്നു. അങ്ങനെ നിങ്ങൾ നേട്ടം കൊയ്യുന്നു. പേജ് ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ്. നിങ്ങളും നിങ്ങളുടെ വ്യക്തി തമ്മിലുള്ള ബന്ധത്തിൽ എല്ലാ ദുഃഖവും എല്ലാ പ്രതിസന്ധികളും വെല്ലുവിളികളും മാറി നിങ്ങൾ കൃത്യമായി ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇന്നത്തെ വീഡിയോ ഒരു ടാരോട്ട് റീഡിംഗ് ആയിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. 2 പൈലുകൾക്ക് വേണ്ടിയുള്ള കോമൺ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ബാധകമാകണമെന്നില്ല. പക്ഷേ നിങ്ങൾ കൃത്യമായി മനസ്സിൽ നിങ്ങളുടെ വ്യക്തിയെയും പൈലും കണ്ട് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായും ബാധകമാകും. എങ്കിലും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോൾ കണ്ടാലും ബാധകമാണ്. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.